മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ലെന്ന പഴഞ്ചൊല്ലിന് ഉദാഹരണമായി മാഞ്ചസ്റ്ററിൽ ഭീകരാക്രമണം നടത്തിയ വ്യക്തിയുടെ പിതാവ് ഒക്ടോബർ 7-ന് ഹമാസ് ഭീകരർ നടത്തിയ കൂട്ടക്കൊലയെ ന്യായീകരിച്ച വ്യക്തിയാണെന്ന തെളിവുകൾ പുറത്തുവന്നു. തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരുപറ്റം പോസ്റ്റുകളിലൂടെയാണ് ഫരാജ് അൽ ഷാമി ഭീകരരെ വാഴ്ത്തിപ്പാടിയത്. 1200 പേരോളം കൊല്ലപ്പെടുകയും 250 പേരെ ബന്ദികളാക്കുകയും ചെയ്ത ആക്രമണത്തെ അയാൾ ആഘോഷമാക്കുകയായിരുന്നു. സിറിയയിൽ നിന്നും യുകെയിലെത്തിയ ട്രോമ സർജൻ കൂടിയായ ഇയാൾ 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഭീകരരോട് ആഹ്വാനം ചെയ്തത് അവരുടെ ആയുധങ്ങൾ നന്നായി സൂക്ഷിക്കുവാനും കൃത്യമായി ഉന്നം വയ്ക്കാനുമായിരുന്നു. ഹമാസ് ഭീകരരുടെ അതിക്രൂരമായ ആക്രമണം നടന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മാത്രമായിരുന്നു ഇയാൾ ഈ പോസ്റ്റ് ഇട്ടത്. ഭീകരർ മോട്ടോർ ബൈക്കിലും മറ്റുമായി ഇസ്രായേലിലേക്ക് വരുന്നതിന്റെ ചിത്രം പോസ്റ്റ് ചെയ്ത ഇയാൾ ഇസ്രായേൽ അധികം വൈകാതെ നശിക്കുമെന്ന പ്രത്യാശയും പ്രകടിപ്പിച്ചിരുന്നു. മറ്റൊരു പോസ്റ്റിൽ ഇയാൾ ഭീകരരെ വാഴ്ത്തിയത് ദൈവത്തിന്റെ ഭൂമിയിലെ പ്രതിനിധികൾ എന്നായിരുന്നു. നിരവധി നിഷ്കളങ്കരായ ഇസ്രായേലികളുടെ മരണത്തിനിടയാക്കിയ ഇറാൻ മിസൈൽ ആക്രമണത്തെയും ഇയാൾ പ്രശംസിച്ചിരുന്നു. കൂടുതൽ ആക്രമണങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്നും അയാൾ എഴുതി. തന്റെ 35-കാരനായ മകൻ ജിഹാദ് അൽ ഷമി ഹീറ്റൺ പാർക്ക് സിനഗോഗിൽ കാറിടിച്ചു കയറ്റി 2 പേരെ കൊന്ന സംഭവത്തിൽ ഇന്നലെ ഇയാൾ ഞെട്ടൽ രേഖപ്പെടുത്തിയിരുന്നു. ജിഹാദ് അൽ ഷമീമിനെ പിന്നീട് പോലീസ് വെടിവെച്ച് കൊന്നിരുന്നു. മകന്റെ പ്രവൃത്തിയോട് ഒരു യോജിപ്പും ഇല്ല എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലായിരുന്നു ഇയാളുടെ ഇന്നലത്തെ പോസ്റ്റ്. അക്രമം നടത്തിയത് ബലാത്സംഗ കേസിൽ ജാമ്യത്തിലിരിക്കവേ. മാഞ്ചസ്റ്ററിലെ ഹീറ്റൺ പാർക്ക് സിനഗോഗിൽ ആക്രമണം നടത്തിയ തീവ്രവാദി ഒരു ബലാത്സംഗ കേസിൽ ജാമ്യത്തിലായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മാത്രമല്ല, ഭാര്യയുമായി പിരിഞ്ഞതിനു ശേഷം കടം കയറി മുടിഞ്ഞ നിലയിലായിരുന്നു. ഈ വർഷം ആദ്യം നടന്ന ഒരു ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. ഈ കേസിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ദി ഗാർഡിയനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ മറ്റു ചില കേസുകൾ കൂടിയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇയാൾ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലുള്ള വ്യക്തിയായിരുന്നില്ല. ഭാര്യയുമായി പിരിഞ്ഞതിനു ശേഷം ഇയാൾ തന്റെ മാതാവിനോടും 2 സഹോദരിമാരിൽ ഒരാളോടും ഒപ്പമായിരുന്നു കുടുംബ വീട്ടിൽ താമസിച്ചിരുന്നത്. ഇയാൾ സ്വന്തമായി ഇംഗ്ലീഷും കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗും പഠിപ്പിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടു വരികയായിരുന്നു. സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി നെയ്തൽ ഫരാജ്. സിനഗോഗ് ആക്രമണത്തിന് പിന്നാലെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നവർക്ക് ശക്തി കൂട്ടുകയാണ് ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുക വഴി ബ്രിട്ടൻ ചെയ്തതെന്ന വിമർശനവുമായി നെയ്തൽ ഫരാജ് രംഗത്തെത്തി. ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങളെ നിശിതമായി വിമർശിച്ച ഫരാജ് അവർ മാഞ്ചസ്റ്റർ സിനഗോഗ് ഭീകരാക്രമണം ആഘോഷിക്കുകയാണെന്നും പറഞ്ഞു. തകർന്നടിഞ്ഞ ബ്രിട്ടന് ഉദാഹരണമാണ് ഈ ആക്രമണം എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ സന്ദേശത്തിൽ ഗ്രേറ്റ തുൻബർഗിന്റെ നേതൃത്വത്തിൽ ഗസയിലേക്ക് സഹായവുമായി പോകുന്നതിനെ അനുകൂലിച്ച് വൈറ്റ് ഹൌസിൽ പ്രകടനം നടത്തിയവർ ഈ ആക്രമണത്തെ ആഘോഷമാക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. മാഞ്ചസ്റ്ററിൽ ഭീകരാക്രമണം നടന്നിട്ടും ഫലസ്തീൻ അനുകൂല പ്രകടനവുമായി മുന്നോട്ട് പോയവരെ ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദും അപലപിച്ചു.